ദൈവത്തിൻ്റെ ധന്യമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പുതിയ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചല്ലോ. ഈ മാസത്തിൻ്റെ പ്രാരംഭം മുതൽ അവസാന നിമിഷം വരെയും പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ പിന്നെയും ചലിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാം. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ, സ്തോത്രം. പ്രത്യേകാൽ ഈ മാസത്തിൻ്റെ ആമേൻ ആദ്യത്തെ ദിവസം തന്നെ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുമ്പോൾ ആമേൻ, സ്തോത്രം. 144 സങ്കീർത്തനം 2 വാക്യം ആമേൻ, അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ദയയും എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരവും എൻ്റെ രക്ഷകനും എൻ്റെ പരിചയും ഞാൻ ശരണമാക്കിയവനും എൻ്റെ ജനത്തെ എനിക്ക് കീഴടക്കിയിരിക്കുന്നവനും അവൻ തന്നെ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ്. 144 സങ്കീർത്തനം നമുക്കറിയാം, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ശത്രുക്കളുടെ മുൻപിൽ ദാവീദിന് ദൈവം കൊടുത്ത ജയമെന്ന് പറഞ്ഞാൽ അസാധാരണമായ ജയം ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ 6-ാമത്തെ മാസത്തിൻ്റെ 1-ാമത്തെ ദിവസം കർത്താവ് പറയുന്നു, സ്തോത്രം, ഞാൻ ദാവീദിന് കൊടുത്ത ജയത്തേക്കാൾ അതിശയകരമായ ജയം എന്നെ വിശ്വസിക്കുന്ന ജനത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രവർത്തിപ്പാൻ ദൈവം സർവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ആമേൻ, എൻ്റെ കോട്ടയും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ വന്നിട്ടുണ്ടല്ലേ, എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം വേദനകൾ. അവിടെ എല്ലാം നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്, സ്തോത്രം, ദൈവം എൻ്റെ കോട്ടയാണ്. സ്തോത്രം. ആമേൻ. 18-ാം സങ്കീർത്തനം നമുക്ക് കാണാൻ കഴിയും. 18-ാം സങ്കീർത്തനത്തിനകത്ത് വളരെ വിശാലമായി ആമേൻ ദാവീദ് പറഞ്ഞിട്ടുണ്ട്. ആമേൻ, ദാവീദ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭയങ്കരമാണ് കേട്ടോ. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ആമേൻ, യഹോവേ അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സങ്കീർത്തന വാക്യങ്ങളെ, സ്തോത്രം, യഹോവയ്ക്ക് പാടി. സ്തോത്രം. ഈ സങ്കീർത്തനങ്ങൾ എന്ത് ചെയ്തു? യഹോവയ്ക്ക് വേണ്ടി പാടി. നോക്കൂ 2-ാമത്തെ വാക്യം, യഹോവ എൻ്റെ ശൈലം. അപ്പോൾ ഇവിടെ എൻ്റെ ശൈലം, ആമേൻ. 144 എൻ്റെ കോട്ട. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, അവിടെ അടുത്ത് പറയുന്നത് എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ നമുക്ക് പറയാൻ ദൈവത്തോട്, ദൈവമേ, നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്തൃവേലയിൽ നിൽക്കുന്ന ഏതൊരു ദൈവപൈതലിനെയും ഒരു ശത്രുവിനും തൊടുവാൻ കഴിയില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ, ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ സഞ്ചരിക്കുന്ന ഓരോ ദൈവപൈതലിനെയും സൂക്ഷിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പരമാധികാരം ദൈവത്തിന്. ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യാദികളെയും അതിൻ്റെതായ നിലയിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേദനാജനകമായ ഒത്തിരി അവസ്ഥകൾ കടന്നു വരാറുണ്ട്. കടഭാരങ്ങൾ, വേദനകൾ, ശാരീരികമായ ക്ഷീണങ്ങൾ, ആമേൻ, ആ ശത്രുക്കളെ കൊണ്ടുള്ള ഭയങ്കരമായ ഫൈറ്റുകൾ. അവിടെ എല്ലാം ഭക്തൻ പറയുന്നത് എന്തെന്നറിയാമോ? എൻ്റെ കോട്ടയും, ഹല്ലേലൂയ, നോക്കിക്കേ,
എത്ര ശത്രുക്കൾ വളഞ്ഞു ദാവീദിനെ കൊല്ലാൻ. ആമേൻ. ആ കായി പട്ടണമൊക്കെ പിടിച്ചടക്കാൻ പോകുമ്പോൾ അവിടെ ഭയങ്കരമായ യുദ്ധങ്ങൾ സംഭവിച്ചു. എവിടെ യുദ്ധം സംഭവിക്കുമോ അവിടെ ആമേൻ സ്തോത്രം ജയം ദൈവം നൽകും. അപ്പോൾ ആ തലത്തിലൊക്കെ ദാവീദിനെ സൂക്ഷിച്ച ഒരു ദൈവമുണ്ട്. സ്തോത്രം. എന്നാൽ ഇവിടെ 144 പറയുന്നു, എൻ്റെ ദയയും എൻ്റെ കോട്ടയും. കാരണം ദാവീദിന് ദയ നൽകിയതൊരു മനുഷ്യനല്ല. സ്തോത്രം. ദാവീദിന് ഒരു ദയ നൽകിയത് ഒരു മനുഷ്യനോ ഒരു പ്രവാചകനോ അല്ല. അത് ദാവീദിന് നല്ല ബോധ്യമുണ്ട്. ദാവീദിന് ജയം നൽകിയത് സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവം ഓരോ അഭിഷിക്തന്മാർക്കും നൽകുന്ന ആ ജയമുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഓരോ ദൈവപൈതലിനെയും സൂക്ഷിക്കുന്നത് ദൈവമാണ്. പരിശുദ്ധാത്മാവിൽ, ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആമേൻ ഓരോ ദൈവപൈതലിനെയും ഓരോ ദൈവഭക്തന്മാരെയും അതിൻ്റെതായ നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം മുൻപിലോട്ട് നടത്തണമെങ്കിൽ അതിൻ്റെ നിയോഗമെന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം ഓരോ അഭിഷിക്തന്മാർക്കും നൽകുന്ന ആമേൻ സ്തോത്രം ഒരു ദയയാണ്. ആമേൻ. കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ വേലയ്ക്കായി, ദൈവത്തിൻ്റെ രാജ്യത്തിനായി ദൈവം നമ്മെ ആമേൻ സ്തോത്രമാക്കി വച്ചിരിക്കുമ്പോൾ അതിൻ്റെ പരമ അധികാരം ദൈവം തന്നെയാണ്. ആമേൻ. പലപ്പോഴും ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? നീയാണല്ലോ ഇതിൻ്റെ കാരണഭൂതൻ, ഇതിൻ്റെ ഉടമസ്ഥൻ നീയാണല്ലോ എന്ന് ദൈവത്തോട് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇന്ന് പകലിൽ ദൈവം അറിയാതെ തലയിൽ നിന്നൊരു തലനാര് നിലത്ത് വീഴത്തില്ല. നമ്മുടെ തലമുടിയൊക്കെ ദൈവം എന്തെന്ന് പറയുമോ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുക. യെസ്, ഓരോ ദൈവഭക്തന്മാരുടെയും ഓരോ ദൈവപൈതലിൻ്റെയും തലമുടികളെ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുക. അതിന് വാറണ്ടി ദൈവം വച്ചിട്ടുണ്ട്. ഇത്ര വർഷത്തെ വാറണ്ടി തലമുടിക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അതിനകത്ത് പൊഴിയേണ്ടത് പൊഴിയും, വെളുക്കേണ്ടത് വെളുക്കും. ഹല്ലേലൂയ. കഷണ്ടിയാകേണ്ടത് കഷണ്ടിയാകും. ഇതൊക്കെ ദൈവത്തിൻ്റെ കരമാണ്. അതിനകത്ത് ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്താലും ആമേൻ ദൈവം ഒരു വാറണ്ടി തലമുടിക്ക് വച്ചിട്ടുണ്ട്. ആമേൻ. നമ്മൾ ചീക്കളയുമ്പോൾ എന്തുമാത്രം തലമുടിയാണ് പൊട്ടിപ്പോകുന്നത് അല്ലെങ്കിൽ പുഴുതു പോകുന്നത്. ഹല്ലേലൂയ. ആമേൻ. എല്ലാത്തിനും ദൈവം കാവൽ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ സകല കാര്യാദികൾക്കും ദൈവം കാവൽ നിർത്തിയിട്ടുണ്ട്. ഈ മാസം നിന്റെ ജീവിതത്തിൽ ദൂതന്റെ കാവൽ ദൈവം വയ്ക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഈ 6-ാമത്തെ മാസം 1-ാമത്തെ ദിവസം മുതൽ ഈ മാസം പര്യവസാനിക്കുന്നത് വരെ ദൈവകുഞ്ഞെ, ദൈവഭക്തനെ, ദൈവാംശത്തിനെ നിന്റെ ജീവിതത്തിൽ ദൈവം കാവൽ നിർത്തുകയാ. ഒരു ദുഷ്ടനും നിന്റെ ജീവിതത്തിൽ അടുക്കത്തില്ല. ഉടബൽക്കമനപരാജകൽക്കനാദി ഒരു ദുഷ്ടനും നിന്റെ ജീവിതത്തിലേക്ക് കൈ നീട്ടത്തില്ല. ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൻ്റെ പരമാധികാരത്തിലേക്ക് വരുന്ന, ദൈവത്തിൻ്റെ നിയോഗത്തിലേക്ക് വരുന്ന ഒരു പദ്ധതിയാണത്. അതിനെ തകർക്കാൻ ഒരു മനുഷ്യനെയും ദൈവം അനുവദിക്കില്ല, അനുവദിക്കത്തുമില്ല. അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു കാവൽ ദൂതനെ നിർത്തുകയാ. വിശ്വസിക്കുന്നവർ ഇരിക്കുന്ന ഇരിപ്പിടത്ത് ഇരുന്നു കൊണ്ട് കരമുയർത്തി ഒരു ആമയം പറഞ്ഞേ. സ്തോത്രം. ദൈവപൈതലേ, നീ കാവലായി ഉണ്ടെന്ന് പറഞ്ഞ് പലരും നിന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ, നീ കാവലായി ഉണ്ടാകുമെന്ന് നീ വിചാരിച്ചവർ പലരും നിന്നെ മാറ്റിക്കളഞ്ഞപ്പോൾ, നിന്റെ കൂടെ നിന്റെ കരം പിടിച്ചു, നിന്റെ കൂടെ നീ അവരെ കരം പിടിച്ചു നടക്കുമെന്ന് പറഞ്ഞ് ആമേൻ നിങ്ങൾ സന്തോഷിച്ചെങ്കിൽ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് മാറും. 1000 നന്മ ചെയ്യുമ്പോൾ ആമേൻ ഒരു തിന്മ നിന്നിൽ നിന്ന് വന്നാൽ നിന്നെ തുടച്ചു കളയും. അതാണ് മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്.
കുറിച്ചു വെച്ചോ, 1000 നന്മ നീ ചെയ്യുമ്പോൾ ഒരു തിന്മ നിന്റെ ഭാഗത്തുനിന്ന് നന്മ ചെയ്യുന്ന വ്യക്തിക്ക് വന്നാൽ, ചിലപ്പോൾ ഒരു ഉപദേശമായിരിക്കാം, ചിലപ്പോൾ ഒരു താക്കീതായിരിക്കാം, ചിലപ്പോൾ ഒരു നല്ല വാർത്തയായിരിക്കാം. അത് അവർക്ക് വിഷമമെന്ന് തോന്നിയാൽ നിന്നെ അവർ അവോയ്ഡ് ചെയ്യും, നിന്നെ അവർ ബ്ലോക്ക് ചെയ്യും, നിന്നെ മാക്സിമം അവർ ദ്രോഹിക്കും. ഹല്ലേലൂയ, രക്തത്താൽ ജയം. അതുകൊണ്ട് ദൈവജനമേ, ഈ മാസം ദൈവജനം വളരെ സൂക്ഷിക്കണം, ദൈവജനം വളരെ പ്രാർത്ഥിക്കണം, ദൈവജനം വളരെ ആത്മാവിൽ അഭിഷേകത്തോടെ ദൈവത്തെ സ്തുതിക്കണം, ദൈവജനം വളരെ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കണം. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇവിടെ പറയുന്നത്, എൻ്റെ രക്ഷകനും എൻ്റെ പരിചയം. ഈ മാസം നിങ്ങളെ ദൈവം ഈ 2ാമത്തെ വാക്യം കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക. സ്തോത്രം. യഹോവേ, മനുഷ്യനെ നീ ശരണമാക്കുവാൻ അവൻ എന്ത്? അവൻ പുത്രനെ നീ വിചാരിപ്പാൻ അവൻ എന്തുമാത്രം? എങ്കിലും മനുഷ്യൻ ഒരു ശ്വാസമാണ്. ആ കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് പകൽക്കാലം നിറഞ്ഞു നിൽക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ മാസത്തിനായി സ്തോത്രം. ജനത്തെ അടിയൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഈ മാസം മുഴുവനും അനുഗ്രഹിക്കുമാറാകട്ടെ.